ഈ സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുകയാണ്. പകുതി ആയത്തിന് നിർത്തിക്കളഞ്ഞ് ഇനിയില്ല. ഒരു ശാസ്ത്രം പറയാൻ പകുതി ആയത്ത് എന്നിട്ടിടയ്ക്ക് കയറിയിട്ട് പറഞ്ഞ് നീ ചിന്തിക്കണ്ട, അത് ഈ പ്രകൃതിയുടെ സൗന്ദര്യമാണെന്ന്. ഇത് ഏകനായ പ്രതാപവാനായ റബ്ബിന്റെ തീരുമാനമാണ്. ശാസ്ത്രം പറയൽ ഖുർആന്റെ ലക്ഷ്യമല്ല, അള്ളാഹനെ പറയലാണ് ഖുർആന്റെ ലക്ഷ്യം. പടച്ചറപ്പിനെ പഠിപ്പിക്കലാണ് ഖുർആന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അതോടെ നിർത്തി ഇനിയില്ല, ഇനിയില്ല. ശാസ്ത്രം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഒന്ന് ഖുർആൻ ഒരു നോക്ക്, എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്. ربكما تكذبان والأرض ഭൂമി ഇത് സർവ മനുഷ്യന് വേണ്ടി പടക്കപ്പെട്ടതാണ്. ഖുർആന്റെ ഏറ്റവും വലിയ സന്ദേശം ഇതാണ്. ഈ ഭൂമി, ഈ പരന്നു കിടക്കുന്ന ഭൂമി, ഈ ഗോളാകൃതിയുള്ള ഭൂമി, അത് ഒരാൾക്ക് വേണ്ടി പടക്കപ്പെട്ടതല്ല. ഇത് മുസ്ലിമിന് വേണ്ടി മാത്രമല്ല, ഇത് ജൈനന്, പാഴ്സിക്ക്, ക്രൈസ്തവന്, ബൗദ്ധന്, മതമുള്ളവനില്ലാത്തവന്, നിരർത്ഥകവാദിക്ക്, പദാർത്ഥവാദിക്ക്, ഏറ്റവും വലിയ ഭൗതികവാദിക്ക്, എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഭൂമി. ഈ ഭൂമി എല്ലാവർക്കും ജീവിക്കാൻ അനുമാനമുള്ളതാണ്. ഒരാൾക്കും വേണ്ടി മാത്രമല്ല ഭൂമിയെ പടക്കപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞിട്ടുള്ള പറയുകയാണ്, പറയുന്നത് ദുനിയാവിനെ കുറിച്ചാണ്. ഈ സുന്ദരമായ നെൽക്കതിരുകൾ, ഈ സുന്ദരമായ ഭവിടങ്ങൾ, ഈ സുന്ദരമായ ഭൂമേതകങ്ങൾ, ഈ കാണുന്ന പടവർഗങ്ങൾ, ആഹാര പദാർത്ഥങ്ങൾ, ഈ സുന്ദരമായ ധാന്യമണികൾ അതിന്റെ ഇടയിലോട്ട് പെട്ടെന്ന് കയറുകയാണ്. അതിന് നിങ്ങളുടെ മനം മയക്കരുത്. ഭക്ഷണത്തെ കുറിച്ച് പറയാമെന്നതല്ല വിശുദ്ധ ഖുർആൻ. പടച്ചറപ്പിന്റെ ഏത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ വിസ്മരിക്കുന്നത്? എല്ലാം പറഞ്ഞിട്ടിടയിൽ കയറുകയാണ്. ശാസ്ത്രം പറയൽ ലക്ഷ്യമല്ല, അള്ളാഹനെ പറയലാണ് ലക്ഷ്യം. എത്ര ആളുകൾ ഓടുന്ന സൂറത്താണിത്. രണ്ട് സമുദ്രങ്ങൾ വന്ന് ഒരുമിച്ച് ചേരുന്ന സ്ഥലമുണ്ട്. രണ്ട് സമുദ്രങ്ങൾ ചേരുന്ന സ്ഥലം. ഇന്നും കാസ്പിയൻ കടലും മെഡിറ്ററേനിയൻ സീയും തമ്മിൽ ഒരുമിച്ച് ചേരുന്ന സ്ഥലം. രണ്ട് കടലുകൾ എവിടെ വെച്ചാണോ സംഗമിക്കുന്നത്, ആ സംഗമിക്കുന്ന സ്ഥാനത്ത് അള്ളാഹ് പറയുകയാണ്, ഈ 12 വയസ്സുകാരൻ കാണാതെ പഠിച്ചത് ഖത്തമോതുന്ന ഖുർആൻ മാത്രമല്ല, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഇതാണ്. രണ്ട് കടലുകൾ ഒരുമിച്ച് ചേർത്തവൻ. രണ്ട് കടലുകൾ എവിടെയാണോ ഒരുമിച്ച് ചേർന്നത് അവിടെ നിങ്ങൾ മുങ്ങി നോക്കുക. അവിടെയാണ് കടലിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളും പവിഴമുത്തുകളും ഗോമേതകങ്ങളും അവിടെ തന്നെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ഓതി പറയുന്നത്. അത്ഭുതം ഇവിടെയല്ല, ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതം. സമുദ്രങ്ങൾ സംഗമിക്കുന്നിടത്ത് പവിഴമുത്തുക്കളുണ്ടെന്ന് ഓതി പറയുന്നതാരാ? ജീവിതത്തിൽ ഇതേവരെ സമുദ്രയാത്ര ചെയ്തിട്ടില്ലാത്ത, ഇതേവരെ ഒരു കപ്പലിൽ കയറി സമുദ്രത്തിൽ യാത്ര ചെയ്തിട്ടില്ലാത്ത ആമിനയുടെ മുത്തുമോനെ മുത്തനബി നബി മുഹമ്മദ് മുസ്തഫ പറയുന്നത്. രണ്ട് കടലുകൾ ചേരുന്ന സ്ഥലത്ത് പോയി മുങ്ങി നോക്കിയാൽ അവിടെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങൾ ഉണ്ട് എന്ന് ഓതി പറയുന്ന ആൾ ജീവിതത്തിൽ ഇന്നേവരെ സമുദ്രയാത്ര ചെയ്തിട്ടില്ലാത്ത, കപ്പലിൽ കയറിയിട്ടില്ലാത്ത നിരക്ഷരനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ ഈ ഖുർആൻ അത്ഭുതമാവാത്തത്? എന്റെ പൊന്നുമോനെ, നമ്മൾ തിന്നുന്ന ബിരിയാണി അരി ഇപ്പൊ കടല് കൂടുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കിടക്കക്കുഴി നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ, എന്റെ പൊന്നുമോനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ അസ്ട്രോണമി പറഞ്ഞ, താരാപഥം പറഞ്ഞ, ഗാലക്സി പറഞ്ഞ, പ്രകാശവർഷം പറഞ്ഞ, ഇനി മനസ്സിലാകുന്നില്ലെങ്കിൽ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ കുഴച്ചു തിന്നണ സാധനം ഉണ്ടല്ലോ, ബസ്മതി അരി, ബിരിയാണി അരി.
അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വൽ ഹബ്ബു ബിൽ അസ്ഫി വറൈഹാൻ, നല്ല സുഗന്ധമുള്ള സുന്ദരമായ ധാന്യപതുക്കൾ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണമായി തന്നില്ലയോ? ബസ്മതി അരിയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. മസാല ഇടാതെ വേവിച്ചാൽ തന്നെ സ്വതവേ മണമുള്ള വൽ ഹബ്ബു ബിൽ അസ്ഫി വറൈഹാൻ, നല്ല മണമുള്ള ധാന്യപദാർത്ഥങ്ങളെ നിങ്ങൾക്ക് തന്നത് ഞാനല്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ. വൽഹബ്ബു, സൂറത്തുൽ റഹ്മാൻ അറിയാത്ത ആരായി കൂട്ടത്തിലുള്ളത്? നീ ഓതുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഖുർആനിൽ നിന്ന് പരിചയപ്പെടുന്നു. വൽഹബ്ബു ദുൽ അസ്ഫി വറൈഹാൻ, ബസ്മതി അരി വെറുതെ മസാല ഇടാതെ വേവിച്ചാൽ തന്നെ അതിനൊരു മണമുണ്ട്. വൽഹബ്ബു ദുൽ അസ്ഫി വറൈഹാൻ, ഖുർആൻ എന്ന് പറഞ്ഞാൽ മൂല്യാക്കുട്ടത്തിന് മയ്യത്തിന്റെ ചുവട്ടിലിരുന്ന് ഓതിയിട്ട് കൈമടക്ക് മേടിക്കാനുള്ളതാണ് എന്ന് ലോകത്ത് പറഞ്ഞു നടക്കുന്നവരോട് യഥാർത്ഥത്തിൽ ഖുർആൻ അതല്ല. അതുകൊണ്ടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഖുർആൻ എന്ന് മാറിപ്പോയത്. എന്തുകൊണ്ട്? ലോകത്ത് 2 വിദ്യാഭ്യാസ ധാരകളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? അതോ അത് തന്നെ പറയണോ? പഴയ കഥ പറയണോ? മോനെ 2 വിദ്യാഭ്യാസ ധാരകളുണ്ട്. ഇപ്പൊ യഹിയാഖാൻ സാഹിബ് മരിച്ചപ്പോ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഈ ആയത്തിന്റെ വെളിച്ചം ആ മണ്ണിനടിയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇവർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളും വിടാം, കഴിയില്ലേ? പക്ഷേ അവരാദ്യം തിരഞ്ഞെടുത്തത് ഏതാണ്? ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. ലോകത്ത് 2 വിദ്യാഭ്യാസ ധാരകളുണ്ട്. അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെ ഖുർആനിൽ നിന്ന് മാറ്റിയത്. നമ്മുടെ ആഗ്രഹം എന്താ? എന്റെ മോൻ UK പോയി പഠിക്കണം, MBBS എടുത്തിട്ട് വരണം. പിന്നെ ഞാൻ ആരായി? UK പഠിക്കാൻ എന്റെ മോൻ പോയാൽ പിന്നെ അവൻ ദുനിയാവിലെ രാജാവായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ നെടുമങ്ങാട് മുതൽ തിരുവനന്തപുരം ഈ അടുത്ത് പനവൂരടക്കമുള്ള മുഴുവൻ ടൗണിൽ നിങ്ങൾ നോക്കിക്കോ, ഏത് ഇലക്ട്രിക് പോസ്റ്റിലും 2 പരസ്യമാണ് ഇന്ന് കേരളത്തിൽ കൂടുതൽ. ഏത് ഇലക്ട്രിക് പോസ്റ്റ് നോക്കിയാലും 2 പരസ്യമില്ലാത്ത ഒരു ഇലക്ട്രിക് പോസ്റ്റ് നെടുമങ്ങാട് ടൗണിലോ പനവൂരോ കാണാൻ പറ്റില്ല. അത് ഒന്ന് UK പഠിക്കാൻ അവസരം, അതില്ലാത്തൊരു പോസ്റ്റ് നിങ്ങൾ കാണിച്ച UK സർവ്വടത്തിയ പോസ്റ്റ്. കാരണം എല്ലാവരും ഇപ്പോഴത്തെ ആഗ്രഹം മോൻ UK അവൻ UKG തന്നെ അവന് മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ അവൻ UK പോകണം. 2 പരസ്യം, ഒന്ന് UK പഠിക്കാൻ അവസരം. പിന്നെ കേരളത്തിൽ ഇപ്പോ ഏറ്റവും കൂടുതലുള്ള മറ്റൊരു പരസ്യം മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തും. നിങ്ങൾ ചിരിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതില്ലാത്തൊരു പോസ്റ്റുകൾ കാണിച്ചു. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് 2 വിദ്യാഭ്യാസം ഇന്ന് ലോകത്തുണ്ട്. ഒന്ന് യൂറോപ്യൻ വിദ്യാഭ്യാസം, മറ്റൊന്ന് ഒന്ന് യൂറോപ്പിന്റെ വിദ്യാഭ്യാസം, മറ്റൊന്ന് ഖുർആന്റെ വിദ്യാഭ്യാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, മാതാപിതാക്കൾ, നമ്മൾ ഏതിന് പ്രാമുഖ്യം നൽകുന്നു? നമ്മൾ പ്രാമുഖ്യം നൽകുന്ന യൂറോപ്പിന്റെ വിദ്യാഭ്യാസത്തിനാണ്. യൂറോപ്പിന്റെ വിദ്യാഭ്യാസവും ഖുർആന്റെ വിദ്യാഭ്യാസവും തമ്മിലുള്ള ഏറ്റവും പ്രകടമായ വ്യത്യാസം, യൂറോപ്പ് അള്ളാനെ മറപ്പിച്ചു കളയും. യൂറോപ്പ് അള്ളാനെ, അവിടെ ദൈവമോ നീതിയോ ധർമ്മമോ യൂറോപ്പിന് പ്രശ്നമല്ല. ഒരു പ്രശസ്തനായ എഴുത്തുകാരനുണ്ട്, രാമു കരിയാട്ട്. നടന്നൂടെ? രാമു കരിയാട്ട് നടന്നൂടെ? അവിടെ ചായക്കടത്തിന് രാമു അല്ലേ? രാമു കരിയാട്ടി ചെമ്മീന്റെ സംവിധായകനാണ്. ചെമ്മീൻ എന്ന സിനിമയുടെ സംവിധായകനായിരുന്നു. ഞാൻ സിനിമയിൽ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ വായനയുടെ ലോകം വിശാലമാണ്. ഞാൻ ഒന്നി മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എന്റെ വായനയുടെ ലോകം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം വിശാലമാണ്. രാമു കരിയാട്ടി ചെമ്മീന്റെ സംവിധായകനാണ്. അതിനേക്കാൾ വലുത് ഈ കേരളത്തിലെ ഏറ്റവും മനോഹരമായ എഴുത്തുകാരനാണ്. അദ്ദേഹം ലണ്ടനിൽ സായിപ്പിന്റെ അതിഥിയായിട്ട് പോയി. യൂറോപ്പിനെ മനസ്സിൽ കയറുന്ന പെണ്ണുങ്ങളൊന്ന് പഠിച്ചോളി, രക്ഷകർത്താക്കളും. ലണ്ടനിൽ പോയി സായിപ്പിന്റെ അതിഥിയായിട്ട് താമസിച്ചു. ആ സമയത്ത് നല്ല കുളിരുള്ള രാത്രി, മദാമയും സായിപ്പും കൂടി തീ കത്തിച്ചു കുളിര് മാറാൻ. തീ കാഞ്ഞോണ്ടിപ്പോ മദാമ സായിപ്പിനോട് പറഞ്ഞു, സായിപ്പേ എനിക്ക് വല്ലാതെ തണുക്കുന്നു, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു, തണുപ്പ് പറഞ്ഞു. അപ്പൊ സായിപ്പ് പറഞ്ഞു മദാമയോട്, എനിക്കിപ്പോ നിന്നെ ചേർത്ത് പിടിക്കാനുള്ള മൂടില്ല, മൂടുണ്ടെങ്കിൽ നീ ഒന്ന് ചേർത്ത് പിടിക്കാൻ. ഇതാണ് യൂറോപ്പ്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് തണുക്കുന്നു, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ. അപ്പൊ ഭർത്താവ് പറയും ഇപ്പൊ എനിക്ക് മൂടില്ല, അടുത്തിരുന്ന അയലോക്കക്കാരോട് പറ്റുമ്പോൾ നീ ഒന്ന് ചേർത്ത് പിടിക്കാൻ. ഇതാണ് യൂറോപ്പ്. നിങ്ങൾ ചെറുപ്പക്കാരെ, നിങ്ങളുടെ മനസ്സിൽ ഇത് നന്നായിട്ട് വേരൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അർജന്റീനയുടെ ഫുട്ബോൾ താരം മെസ്സിയുടെ ചിത്രം നിങ്ങളുടെ വീടിന്റെ വാതിലിൽ വന്നത്. മെസ്സി അറിഞ്ഞൂടെ? മെസ്സി അർജന്റീന ബ്രസീലാ. ലയണൽ മെസ്സി അർജന്റീന ബ്രസീലാ.
നിങ്ങളെല്ലാം മുത്തക്കിങ്ങളാണല്ലോ പടച്ചവൻ പുരാന്. ഒരാൾക്ക് മെസ്സി അർജന്റീന എന്നാൽ ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ആ വിഷയം വിട്ടു. മെസ്സി അർജന്റീനയോ ബ്രസീലോ? എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ മെസ്സി ആരാ? പച്ച വ്യഭിചാരി. മെസ്സി ആരാ? പച്ച വ്യഭിചാരി. എന്നോട് ഒരു വിഷവും നിങ്ങൾക്ക് തോന്നരുത്. ലയണൽ മെസ്സി ആരാ? പച്ച വ്യഭിചാരി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന തോറ്റു. തോറ്റെന്ന് അന്തം വിട്ട തോക്കൽ തോറ്റു, എതിരില്ലാത്ത 4 ഗോളിനും. തോറ്റ പരാജയ ഭീതി മാറ്റാൻ പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിൽ വെച്ച് പിറ്റേ ദിവസത്തെ വീക്കമാഗസിന്റെ ഒരു ഫോട്ടോ വന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിലെ അർജന്റീന 4 ഗോളിന് തോറ്റു കഴിഞ്ഞപ്പോ ആ പരാജയത്തിന്റെ നിരാശ മാറ്റാൻ അടക്കി പോട്ട് വസ്ത്രമില്ലാത്ത കാമുകിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഹവായ് ദ്വീപിലേക്ക് വ്യഭിചാരത്തിന് പോയ ആളാണ് ലയണൽ മെസ്സി. ആ വ്യഭിചാരത്തിന് പോകുന്ന സമയത്ത് സാധാരണ വ്യഭിചരിക്കുന്നത് ആരും അറിയാതെയാ. വ്യഭിചരിക്കാൻ പോകുന്ന സമയത്ത് എയർപോർട്ടിലോട്ട് പോകുമ്പോ പത്രക്കാരുടെ മുമ്പിൽ കാമുകിയെ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത പച്ച വ്യഭിചാരിയാണ് ലയണൽ മെസ്സി. കാരണം യൂറോപ്പിലെ വ്യഭിചാരം ഒരു പ്രശ്നമല്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂറോപ്പ് പഠിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസമാണ്. അതിലേക്ക് നമ്മുടെ മസ്തിഷ്കം കൊണ്ടുപോയി പണയം വെച്ചപ്പോ അള്ളാന്റെ ഖുർആന്റെ വെളിച്ചം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം കൊടുക്കാൻ വേണ്ടി വന്ന, തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരിയെ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് യൂറോപ്പിലെ വ്യഭിചാരിയെ നന്നാക്കാൻ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയ്ക്ക് കഴിയില്ല. ഖുർആൻ അത്ഭുതമാകുന്നത് എങ്ങനെയാ? യൂറോപ്പിലെ വ്യഭിചാരിയെ നന്നാക്കാൻ ബ്രിട്ടീഷ് ലൈബ്രറി ഇരിക്കുന്ന എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 12 വാല്യങ്ങൾ ബ്രിട്ടീഷ് ലൈബ്രറി ഇരിക്കുന്നുണ്ട്. അത് വായിച്ചാല് യൂറോപ്പിലെ വ്യഭിചാരി നന്നാവുകയില്ല, യൂറോപ്പിലെ പലിശക്കാരൻ നന്നാവുകയില്ല. പക്ഷേ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരിയെ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറക്കി ചെന്നിട്ട് അവനെ ലോകത്തിന്റെ ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റാൻ ലോകത്തിന് കഴിഞ്ഞ ഒരു മാനവിക ദർശനത്തിന്റെ മഹാത്ഭുതമുണ്ടെങ്കിൽ മഹാത്ഭുതം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.